അല്ലാഹു 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 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീനൽ കാമിലീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഖുലാസ രണ്ടാം ഭാഗത്തിൽ വസ്ലുൽ മയ്യിത്ത്, മയ്യിത്തിനെ കുളിപ്പിക്കൽ എന്ന അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുളിയുടെ പൂർണ്ണ രൂപത്തിനെ കുറിച്ചാണ് അടുത്ത് പറയാൻ പോകുന്നത്. വാക്കുമലിൽ വസ്ലി, കുളിയുടെ പൂർണ്ണ രൂപം അയ്യൂള, ആ മയ്യത്തിനെ വെക്കപ്പെടലാണ്. മുസ്തൽഖിയൻ, മലർന്ന് കിടക്കുന്നവനായ നിലയിൽ ആ മയ്യത്തിനെ വെക്കണം. ഈ കമീസിൻ റഫീഖിൽ, നേർമയുള്ള ഒരു കമീസിന്റെ ഉള്ളിലായിട്ട് വെക്കപ്പെടണം. അത് തന്നെ അലാ നഹ്വി സരീരിൻ, കട്ടില് പോലുള്ളതായ ഒരു ഉയർന്ന വസ്തുവിന്റെ മേലാണ് വെക്കേണ്ടത്. ഫീ മക്കാനിൻ ഹാലിൻ, ഒഴിഞ്ഞ ഒരു സ്ഥലത്ത്, മസ്തൂരിൽ മറക്കപ്പെട്ട ഒഴിഞ്ഞ ഒരു സ്ഥലത്ത്. തഹ്ത സഖഫിൻ, അത് തന്നെ ഒരു മേൽക്കൂരയുടെ അടിയിലായിട്ടാണ് വെക്കേണ്ടത്. ഫലാ യദ്ഖുലുഹു, അപ്പോൾ ആ സ്ഥലത്ത് പ്രവേശിക്കരുത്. ഇല്ലൽ വലിയോ, മയ്യത്തിന്റെ രക്ഷകർത്താവല്ലാതെ, വൽ വാസിലോ, കുളിപ്പിക്കുന്നവനല്ലാതെയും, ഒമൻ യുഈനു, കുളിപ്പിക്കുന്നവനെ സഹായിക്കുന്നവനല്ലാതെയും ആരും അവിടെ കടക്കരുത്. മയ്യത്തിന്റെ രക്ഷകർത്താവും കുളിപ്പിക്കുന്നവനും അവനെ സഹായിക്കുന്നവനും മാത്രമാണ് അവിടെ കടക്കേണ്ടത്, അല്ലാത്തവർ കടക്കരുത്. അവലൻ, അപ്പോൾ ആ കുളിപ്പിക്കുന്നവൻ ആ മയ്യത്തിനെ ആദ്യമായിട്ട് ഇരുത്തണം. മയ്യത്തിനെ ഇരുത്തണം. ആ ഇരുത്തുന്നതിൻ്റെതായ രൂപം കൈഫിയത്തുഹു, താഴെ 1-ാം നമ്പറിട്ട് കൊടുത്തിട്ടുണ്ട്. വാസിലു, കുളിപ്പിക്കുന്നവൻ വെക്കണം. യമീനഹു, തന്റെ വലത് കൈയിനെ വെക്കണം. അലാ കത്ഫിഹി, ആ മയ്യത്തിന്റെ ചുമലിന്റെ മേൽ വെക്കണം. ഇബ്ഹാമഹു, എന്നിട്ട് ആ കയ്യിന്റെ ഇബ്ഹാമ വിരൽ, തള്ളവിരലിനെ വെക്കണം. ഫീ നുഖറത്തി കഫാഹു, അവന്റെ പിരടിയുടെ ആ കുഴിയിൽ തള്ളവിരൽ വെക്കുകയും ചെയ്യണം. എന്നിട്ടോ വൈസുനത് ലഹറഹു, ആ മയ്യത്തിൻ്റെതായ ചുമലിനെ അവൻ ചാരി വെക്കണം. ഇലാ ഉഖ്ബത്തിഹി, തന്റെ മുട്ടുകാലിലേക്ക് ചാരി വെക്കുകയും ചെയ്യണം. തന്റെ വലത്തെ മുട്ടുകാലിലേക്ക് ആ മയ്യത്തിന്റെ ചുമല് ചാരി വെക്കണം. അപ്പൊ വലത്തെ കൈ കൊണ്ട് മയ്യത്തിന്റെ ചുമലിന്റെ മേൽ വലത്തെ കൈ വെച്ചിട്ട് തള്ളവിരല് എവിടെ കൊടുക്കണം? മയ്യത്തിന്റെ പിരടിയുടെ ആ കുഴി തള്ളവിരല് വെക്കണം. എന്നിട്ട് വലത്തെ മുട്ടിലേക്ക് മയ്യത്തിനെ ചാരി ഇരുത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? വയുമിറു ഇസ്റാഹു, ഈ കുളിപ്പിക്കുന്നവൻ തന്റെ ഇടത്തെ കൈയിനെ നടത്തണം. ആ നടത്തുന്നത് അല്പശക്തിയായ നിലയിൽ, മയ്യത്തിനൊരു ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ അല്പശക്തിയായ നിലയിൽ അവന്റെ ഇടത്തെ കൈയിനെ നടത്തണം. അലാ ബത്നിഹി, മയ്യത്തിന്റെ വയറിന്റെ മേൽ നടത്തണം. ഇങ്ങനെ വയറിന്റെ മേൽ ഇങ്ങനെ തടവണം. അതിനു വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവൻ എന്ത് ചെയ്യണം? ഫയുഖ്രിജുമാഫി ബത്നിഹി, മയ്യത്തിന്റെ വയറ്റിലുള്ളതായ വസ്തുക്കളെ അവൻ പുറപ്പെടുവിക്കണം. ആ വസ്തുക്കൾ എന്തിനാൽ? മിനൽ ഫളലാത്തി, ആ മയ്യത്തിന്റെ വയറ്റിലുള്ള അവശിഷ്ടങ്ങൾ അതെല്ലാം പുറത്തേക്ക് വരുത്തണം.
എന്നിട്ടോ ഇത് കഴിഞ്ഞാൽ അങ്ങനെ ആ മയ്യത്തിന്റെ വയറ്റിലുള്ള മാലിന്യങ്ങളും അവശിഷ്ടങ്ങളെല്ലാം പുറത്തേക്ക് കളഞ്ഞാൽ സുമ്മ യളാഹു അലാ കഫാഹു, പിന്നെ മയ്യത്തിനെ വെക്കണം അലാ കഫാഹു, മയ്യത്തിന്റെ കഫയുടെ മേൽ, അതായത് പിരടിയുടെ മേൽ മയ്യത്തിനെ നേരത്തെ കിടത്തിയതുപോലെ തന്നെ മലർത്തി കിടത്തണം. അങ്ങനെ കിടത്തി കഴിഞ്ഞിട്ട് സുമ്മ യുനദ്ദിഫു, അവൻ വൃത്തിയാക്കണം, ബി ഇസ്റാഹു, ആ കുളിപ്പിക്കുന്നവൻ തന്റെ ഇടത്തെ കൈ കൊണ്ടിട്ട് വൃത്തിയാക്കണം, സൗഹതൈഹി, മയ്യത്തിൻ്റെതായ 2 ദ്വാരങ്ങളും അവൻ വൃത്തിയാക്കണം. മലമൂത്ര വിസർജന ദ്വാരങ്ങൾ വൃത്തിയാക്കി കൊടുക്കണം. അത് ആ കയ്യിൽ ഒരു തുണിക്കഷ്ണം, ഇടത്തെ കയ്യിൽ ഒരു തുണിക്കഷ്ണം ചുറ്റിയതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് ഇടത്തെ കൈയിൻ്റെതായ ചൂണ്ടുവിരൽ കൊണ്ടിട്ട് അവൻ ശുദ്ധിയാക്കണം. അസ്നാനഹു, മയ്യത്തിൻ്റെതായ പല്ലുകൾ ശുദ്ധീകരിക്കണം. അപ്പോൾ ആദ്യം ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ തുണി ഒക്കെ കളഞ്ഞ് കൈ നല്ലതുപോലെ ശുദ്ധീകരിച്ചതിന് ശേഷം വേറൊരു തുണി കഷ്ണം കയ്യിൽ കെട്ടിയതിന് ശേഷം ആ ഇടത്തെ കയ്യിൻ്റെതായ ചൂണ്ടുവിരൽ കൊണ്ട് മയ്യത്തിന്റെ പല്ലുകൾ ശുദ്ധീകരിച്ചു കൊടുക്കണം. ആ ഇടത്തെ കയ്യിൻ്റെതായ ചെറുവിരൽ കൊണ്ട് ശുദ്ധീകരിച്ചു കൊടുക്കണം. മൻഹിറൈഹി, ആ മയ്യത്തിൻ്റെതായ 2 മൂക്കിന്റെ ദ്വാരങ്ങളും ശുദ്ധീകരിച്ചു കൊടുക്കണം. ഊദിൽ ലയ്യിൻ, വളരെ മൃദുലമായ ഒരു കൊള്ളിക്കഷ്ടം, ഒരു ഈർക്കില് പോലുള്ളത് കൊണ്ട് ശുദ്ധീകരിച്ചു കൊടുക്കണം. മയമുള്ള ഒരു ഈർക്കില് പോലുള്ളത് കൊണ്ടിട്ട് ശുദ്ധീകരിച്ചു കൊടുക്കണം. ആ തഹത്ത അൽഫാരി, അവന്റെ നഖത്തിന്റെ താഴ്ഭാഗത്തുള്ളതായ അഴുക്കുകളൊക്കെ ശുദ്ധീകരിച്ചു കൊടുക്കണം. സുമ്മൈ വന്നിയുഹു, എന്നിട്ട് അവൻ ഉദു എടുപ്പിച്ചു കൊടുക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം ഉദു എന്ത് ചെയ്യണം? എടുപ്പിച്ചു കൊടുക്കണം. അതായത് വായിൽ വെള്ളം കൊപ്പിളിക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. അതുപോലെ തന്നെ ഉദുവിൽ കുളിയുടേതായ സുന്നത്ത് വീടുന്നു, കുളിയുടേതായ സുന്നത്തിന് വേണ്ടിയിട്ടുള്ളതായ ഉദുവാണ് എന്ന് കുളിപ്പിക്കുന്നവൻ കരുതുകയും ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം തുമ്മ യവസിലു റൈസഹു, അവന്റെ തല കഴുകി കൊടുക്കണം. ഫലിഹിയതഹു, പിന്നെ താടിയും കഴുകി കൊടുക്കണം. വൈസരിഹുമ, എന്നിട്ട് ഇവ രണ്ടും ഒന്ന് ചീകി കൊടുക്കണം. അതെങ്ങനെയാണ് ചീകി കൊടുക്കേണ്ടത്? വിശാലമായ കല്ലുള്ളതായ ചീപ്പ് കൊണ്ടാണ് ചീകേണ്ടത്. അത് വളരെ മയത്തോടുകൂടെ ആയിരിക്കണം അത് ചീകേണ്ടത്. ഇവന്റെ ഈ മുടികൾ അത് ജട പിടിച്ചതാണെങ്കിൽ മാത്രം ചീകിയാൽ മതി. അങ്ങനെ ജട പിടിച്ചതല്ല എങ്കിൽ ചീകല് സുന്നത്തില്ല. പിന്നെ അവരിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്നതായ ആ മുടി അവന്റെ കഫനിന്റെ കൂടെ അത് വെക്കണം. ആ പൊഴിഞ്ഞു വീഴുന്ന മുടിയും കൂടെ കഫനിന്റെ ഉള്ളിൽ ആക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവനോടൊപ്പം അതും മറമാടാൻ വേണ്ടി കഫനിന്റെ ഉള്ളിൽ വെക്കപ്പെടണം. എന്നിട്ടോ തുമ്മയവസിലു ഷിക്കഹുൽ ഐമന, പിന്നെ അവന്റെ വലത് ഭാഗം കഴുകണം. തുമ്മൽ ഐസറ, പിന്നെ ഇടത് ഭാഗവും കഴുകി കൊടുക്കണം. വലത് ഭാഗം കഴിഞ്ഞാൽ ഇടത് ഭാഗം കഴുകണം. സുമ്മയ കല്ലിഫുഹുവിലെ ഐസരി, പിന്നെ ഇടത് ഭാഗത്തേക്ക് അവനെ ചരിക്കണം. ഷിക്കഹുൽ ഐമന, എന്നിട്ട് അവന്റെ വലത് ഭാഗം കഴുകണം.
തുമ്മ ഇലൽ ഐസരി, പിന്നെ ഇടത് ഭാഗത്തേക്ക് ചലിക്കണം. ഫയഗ്സിലു ഷിഖ്വഹുൽ ഐസറ, എന്നിട്ട് അവന്റെ ഇടത് ഭാഗം കഴുകി കൊടുക്കണം. ആദ്യം ഇടത് ഭാഗത്തേക്ക് ചലിച്ചിട്ട് വലത് ഭാഗം കഴുകണം, പിന്നെ വലത് ഭാഗത്തേക്ക് ചലിച്ചിട്ട് ഇടത് ഭാഗം കഴുകി കൊടുക്കണം. യസ്തഅമിലു ഫീ കുല്ലി ദാലിക, ഈ പറഞ്ഞ കഴുകലിലെല്ലാം എല്ലാത്തിലും അവൻ ഉപയോഗിക്കണം. നഹ്വ സിദ്രിൽ, താളി പോലുള്ളത്, ഔ സാബൂനിൻ, അല്ലെങ്കിൽ സോപ്പ് പോലുള്ളത് അവൻ ഉപയോഗിക്കണം. സുമ്മ യുസീലുഹു ബിമാഇൻ, എന്നിട്ട് വെള്ളം കൊണ്ട് ഇതെല്ലാം നീക്കി കളയണം. ഈ സോപ്പും അതുപോലെ തന്നെ താളിയും ഒക്കെ വെള്ളം കൊണ്ട് നീക്കണം. സുമ്മ യസുബുൽ മാഅൽ ഖറാഹ, പിന്നെ നല്ല ശുദ്ധമായതൊന്നും കലരാത്ത ശുദ്ധമായ വെള്ളം ചൊരിക്കണം. മിൻ വസത്തി റാസി, അവന്റെ തലയുടെ മധ്യത്തിൽ നിന്ന് ഇലാ ഖദമിഹി, അവന്റെ കാൽപാദം വരെ അത് ഒഴിച്ചു കൊടുക്കണം. ഫഹാദിഹി വസ്ലത്തുൻ വാഹിദത്തുൻ, ഇതൊരൊറ്റ കുളിയാണ്, ഒറ്റ കഴുകലാണ്. അപ്പോ ഈ സോപ്പുൻ, അതായത് സോപ്പ് പോലുള്ളത് നീക്കിയതിന് ശേഷമല്ലാതെ 3 എണ്ണപ്പെടുകയില്ല എന്നാണ്. അപ്പോ ആദ്യത്തെ ഈ 3 പ്രാവശ്യമുള്ളതായ കഴുകലുകൾ യഥാർത്ഥത്തിൽ ഒന്നായിട്ടാണ് ചെയ്യുന്നത്, കൂട്ടുന്നത്. സുമ്മ യഗ്സിലു താനിയത്തം വ താലിസത്തൻ, പിന്നെ 2ാം പ്രാവശ്യവും 3ാം പ്രാവശ്യവും അങ്ങനെ കുളിപ്പിക്കണം. 2ാം പ്രാവശ്യവും കുളിപ്പിക്കണം, 3ാം പ്രാവശ്യവും കുളിപ്പിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.